Hi friends, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ആമ്പും ഒരു യൂസ്ഡ് സബ് നമ്മളെ ഇരിപ്പുണ്ട്. അധികം യൂസ് ഒന്നും ചെയ്യാത്ത ഒരു ആംപ്ലിഫയർ സബ് ആണ് കേട്ടോ. അതൊന്നും എടുത്തിരിക്കുന്നത് ചാമ്പ്യൻ സീരീസിന്റെ തന്നെ പൈനിയറിന്റെ സബ് ഓഫറും അതേ JBL 2 ചാനൽ മോണോ ബ്ലോക്ക് ആമ്പാണ് കേട്ടോ. ഏകദേശം 300 RMS പ്രൊവൈഡ് ചെയ്യുന്ന ആംപ്ലിഫയറും 400 RMS പ്രൊവൈഡ് ചെയ്യുന്ന സബ് ഓഫറാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് യൂസ്ഡ് ആമ്പ് അതേപോലെ മോണോ ബ്ലോക്ക് ഒക്കെ ആമ്പ് വരണമെന്നുണ്ടെങ്കിൽ പറയണമെന്ന് പറയാം. അപ്പോൾ എല്ലാവരും നമ്പരും ഞാൻ സേവ് ചെയ്തിട്ടില്ല. നോർമൽ സ്റ്റാറ്റസ് ഇട്ടാൽ തന്നെ ഒട്ടുമിക്ക ആൾക്കാരും മോണോ ബ്ലോക്ക് ആകുമ്പോൾ വേണമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്പർ സേവ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം വീഡിയോസ് കാണുന്ന ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ കൊണ്ട് നമ്പർ കാര്യങ്ങളായി ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും ഇതിൻ്റെ കണ്ടീഷൻസ് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ അതിന് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലേക്കണം നിലവിൽ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകും. ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ബോക്സ് വന്നിരിക്കുന്നത്. ഏകദേശം നമ്മുടെ ആമ്പും സബും ഏകദേശം ഒരു 2.5 മാസത്തിനകത്തേ ആയിട്ടുള്ളൂ ഇവിടെ പർച്ചേസ് ചെയ്തിട്ട്. മോണോ ബ്ലോക്ക് ആമ്പാണ് JBL തന്നെ, അതായത് GXA 3001 എന്നാണ് ഈ ആമ്പിൻ്റെ സീരിയൽ നമ്പർ വരുന്നത്. അതായത് ഇതിൻ്റെ മോഡൽ നമ്പറാണ്. ഇതിൻ്റെ MRP എന്ന് വെച്ചാൽ 11,990 ഇതിൻ്റെ MRP വരുന്നത്. അസംബ്ലി ടു ചൈന തന്നെയാണ്. ഇവിടെ പറയുന്ന എല്ലാ ബ്രാൻഡുകളും ചൈന തന്നെയാണ് ഇപ്പോഴും ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ചൈന തന്നെയാണ്. PRC എഴുതിയിരിക്കും, അല്ലെങ്കിൽ ചൈന എഴുതിയിരിക്കും, അതൊക്കെയാണ് വന്നിരിക്കുന്നത്. അല്ലാതെ വിയറ്റ്നാം, ജപ്പാൻ എന്നൊക്കെ പറഞ്ഞ് അല്ലാതെ ഇപ്പോൾ ഇറങ്ങുന്ന ഒരുപാട് പുതിയ പ്രോഡക്റ്റുകളുണ്ട്, പക്ഷേ എല്ലാം ഒറിജിനൽ അല്ല. അപ്പം നിങ്ങളതൊന്ന് വെരിഫൈ ചെയ്തെടുക്കുക. അതേപോലെ തന്നെ JBL സബ് ഊഫർ മാത്രം ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങും, അതായത് കോപ്പി ആകുന്നുണ്ട്. നല്ലോണം അറിയാവുന്ന ടീംസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോക്കി എടുത്താൽ മതി, നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. സെയിം ടു സെയിം പെർഫോമൻസ് ഒക്കെ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റിൻ്റെ പെർഫോമൻസ് കൂടുതലായിരിക്കും. അതായത് നമ്മളെ JBL സബ് 1500 സബ് ഒറിജിനലും അതേപോലെ JBL 1500 ഡ്യൂപ്ലിക്കേറ്റിന് സബ് കൊടുത്തു കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ആയിരിക്കും പെർഫോമൻസ് കൂടുതൽ വരുന്നത്. മനസ്സിലായി? കാര്യം എന്ന് വെച്ചാൽ ക്വാളിറ്റി ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒറിജിനലായിരിക്കും, പക്ഷേ നമ്മൾ ആ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ക്വാളിറ്റി കുറവായിരിക്കും. അപ്പോൾ JBL നമ്മൾ സബ് ഓഫറിൽ ഏറ്റവും കൂടുതൽ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നത്. പക്ഷേ അതിൻ്റെ ട്യൂബായിട്ട് എടുക്കാൻ നേരത്ത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടത്തില്ല, ഒറിജിനൽ മാത്രമേ കിട്ടത്തുള്ളൂ. സബ് മാത്രമായിട്ട് മേടിക്കാൻ നേരത്ത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഒരുപാട് കയറി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞിട്ടോ. പക്ഷേ ഒരുപാട് പേര് ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ഇറങ്ങുന്നുണ്ടോ ചോദിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞാണ്. അപ്പോൾ ഇതാ നമ്മളെ മോണോ ബ്ലോക്ക് ആകുമ്പോൾ ഉണ്ടോ. അപ്പം ഇതും നമുക്ക് ചാമ്പ്യൻ സീരീസ് ആണ് നമുക്ക് സെല്ലിനായിട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. 415 വാട്ട്സ് ആണ് ഈ ഒരു ആംപ്ലിഫയറിന്റെ മാക്സിമം കപ്പാസിറ്റീസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് 4 ഓമിലോട്ട് കൊടുക്കാം. അതായത് നമുക്ക് 2 ഔട്ട് വരുന്നുണ്ട്, അതായത് 2 നമുക്ക് സബ് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ 2 സബിലോട്ട് കൊടുക്കാൻ നേരത്തെ നമുക്ക് 200 RMS നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതായത് 4 ഓമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓം കൂടുന്തോറും ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ RMS കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ചില ആമ്പുകളിനകത്ത്, അതായത് കിക്കർ അങ്ങനെയുള്ള ആമ്പുകളൊക്കെ നമുക്ക് 8 ഓം 12 ഓം ഒക്കെ വരുന്നുണ്ട്. പക്ഷേ അതിനകത്തൊക്കെ നമുക്ക് അതിൻ്റെതായ രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. എത്ര RMS കൊടുക്കണം കൊടുക്കണ്ട എന്നൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു കാൽക്കുലേഷൻ കണക്കിരിക്കും. അതാണ് ഞാനത് പറഞ്ഞത്. ഇതിനകത്ത് വന്നിരിക്കുന്ന 300 RMS പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ 2 ഓമിലായിട്ട് തുടങ്ങണം. അതായത് 300 RMS വരും. ഈ സബിൽ ഈ ഒരു ആംപ്ലിഫയറിന് ഫുൾ RMS 300 RMS ആണ്. 415 വാട്ട്സ് ആണെങ്കിലും 300 RMS ആണ് ഇതിൻ്റെ ശരിക്കുമുള്ള പവർ. അപ്പം 300 RMS കൊടുക്കുമ്പോൾ 2 ഓമിലോട്ടാണ് കൺവേർട്ട് ആവുന്നത്. അതേപോലെ 4 ഓമിലോട്ട് കൊടുക്കുമ്പോൾ 200 RMS കൺവേർട്ട് ആവുന്നത്. അല്ലേ, സെയിം പീസാണ്. വാറണ്ടി കാര്യങ്ങളെല്ലാം ഉള്ള പീസാണ് കേട്ടോ. മോണോ ബ്ലോക്ക് ആകുമ്പോൾ 11,900 MRP ഉണ്ടെങ്കിലും യൂസ്ഡ് പീസാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. പക്കാ ക്ലീൻ പീസ് അല്ലേ, പക്കാ ക്ലീൻ പീസാണ്. നിങ്ങൾക്ക് മോണോ ബ്ലോക്ക് ആമ്പും സാധാ ആമ്പും കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ടാണ് ഞാൻ പറഞ്ഞുതരാം. മോണോ ബ്ലോക്ക് ആമ്പിനകത്ത് നമുക്ക് ലെവൽ അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത്. പക്ഷേ അതിനകത്ത് ലോ പാസ് ഫിൽറ്ററോ ഹൈ പാസ് ഫിൽറ്ററോ നമുക്ക് കാണാൻ സാധിക്കില്ല. അതാണ് വേറൊരു കാര്യം. പിന്നെ മോണോ ബ്ലോക്ക് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് സിംഗിൾ ചാനൽ അല്ലെങ്കിൽ 2 ചാനലായിട്ട് വരും. പക്ഷേ ഇത് 2 ചാനൽ ആംപ്ലിഫയർ ആണ് നമ്മൾ എടുത്തിരിക്കുന്ന GXA 3001 എന്ന് പറയുന്ന ആംപ്ലിഫയർ. ഇതിനകത്ത് ഒരു നമുക്ക് പ്രീ ഔട്ട് കാര്യങ്ങളൊന്നും ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് നമുക്ക് വേറൊരു ആമ്പ് കൊടുക്കാനുള്ള പ്രീ ഔട്ട് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമുക്ക് ഇൻപുട്ട് മാത്രമാണ് ഉള്ളത്. പിന്നെ ഹൈ ലെവൽ ഇൻപുട്ട്, ഹൈ ലെവൽ ഇൻപുട്ടിൽ കൊടുക്കാതിരിക്കുക. ഹൈ ലെവൽ ഇൻപുട്ടിൽ കൊടുത്താൽ നമുക്ക് ക്വാളിറ്റി കുറവായിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമുക്ക് ഹൈ ലെവൽ ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് റിം കണക്ഷൻ മാത്രം കൊടുക്കാം, അതായത് ഓട്ടോ റിമോട്ട് മാത്രം കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ഡയറക്റ്റ് ബാറ്ററി ഒരു ഡയറക്റ്റ് മാത്രം കൊടുത്താൽ മതി. നമുക്ക് സ്പീക്കറിന്റെ ഔട്ടിൽ തന്നെ നമുക്ക് ഇതിനകത്തുള്ള റിം ഓട്ടോമാറ്റിക് വർക്ക് ആവുന്നില്ല. പിന്നെ പ്രൊട്ടക്ഷൻ ലൈറ്റും കാര്യങ്ങളെല്ലാം പക്ക ക്ലീൻ പീസാണ് കേട്ടോ. യൂസ്ഡ് പീസ് ആണെങ്കിൽ പക്ക നീറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിനകത്ത് നമുക്ക് ബാറ്ററിന് അതേപോലെ ജെന്റ് അതേപോലെ റിമ്മ്, പിന്നെ നമുക്ക് ഇതിനകത്ത് ബ്രിഡ്ജ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ എന്ന് ശരിക്കും പറഞ്ഞത് നമ്മളെ സാധാരണ എല്ലാ ആമ്പിനകത്തും ബ്രിഡ്ജ് ഓപ്ഷൻ എന്ന് പറഞ്ഞ് വരും. പക്ഷേ മോണോ ബ്ലോക്കിനകത്ത് ബ്രിഡ്ജ് ഓപ്ഷൻ വരത്തില്ല. നമുക്ക് 2 ചാനൽ ആമ്പുമാണ് ഇതിനകത്ത് തന്നിരിക്കുന്നത്. കാര്യം നമുക്ക് 2 സബ് വരെ ഇതിനെ സപ്പോർട്ട് ചെയ്യും. ഏകദേശം നമുക്ക് 200 RMS ഇട്ട് നമുക്ക് 2 സബ് വരെയൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. 2 ഹോമിലായിരിക്കും 4 ഹോമിലായിരിക്കും കൊടുക്കാൻ പറ്റും. 2 ഹോമിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. 2 ഹോമിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോസിറ്റീവും ഈ ഒരു നെഗറ്റീവും കൊടുത്താൽ മാത്രമേ നമുക്ക് 2 ഹോമിലോട്ട് കൺവേർട്ട് ആവും. അല്ലാതെ നമ്മൾ നോർമലി കൊടുക്കുകയാണെങ്കിൽ
നമുക്ക് 4 ഓമിലായിരിക്കും പോകുന്നത്. അതിന് ബാസ് കുറവായിരിക്കും. 4 ഓം എന്ന് പറയുമ്പോൾ ബാസ് കുറവായിരിക്കും, പക്ഷേ 200 RMS കിട്ടത്തുള്ളൂ. മറ്റേ ബാസ് കൂടുതലായിരിക്കും, 300 RMS കിട്ടും. 2 പ്രൊട്ടക്ഷൻ ഫീസ്, 20ന്റെ 2 പ്രൊട്ടക്ഷൻ ഫീസും കാര്യങ്ങളെല്ലാം ഇടുന്നുണ്ട്. പക്ക ക്ലീൻ നീറ്റ് പീസാണ്. ഒറിജിനൽ സാധനമാണ്, JBLന്റെ ഒറിജിനൽ സാധനം തന്നെയാണ്. ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, പക്ക വർക്കിംഗ് കണ്ടീഷനാണ് കേട്ടോ. ഞാൻ ഇത് ചെക്ക് ചെയ്തിട്ടാണ് എടുത്തത് പോലും. അപ്പോൾ എന്താ കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാം. കൊണ്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് പൈനിയറിന്റെ ചാമ്പ്യൻ സീരീസിലേക്ക് പോകാം. അടുത്ത ഇതാണ് കേട്ടോ പൈനിയറിന്റെ ചാമ്പ്യൻ സീരീസ്. കണ്ടല്ലേ, പക്ക ക്ലെയിം പീസാണ് കേട്ടോ. ഇതിന്റെ ഔട്ടറാണ്. അതായത് നമ്മൾ സ്ക്രൂ ചെയ്യാൻ നേരം തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഔട്ടർ റിങ് കൊടുക്കുന്നത്. നമ്മൾ സ്ക്രൂ ചെയ്യാൻ നേരത്തെ നമ്മൾ ഒരു സൈഡിൽ കൈ വെച്ചതിന് ശേഷം മാത്രം സ്ക്രൂ ചെയ്യാൻ ശ്രമിക്കുക. കാര്യം സ്ലിപ്പ് ആയത് നമ്മൾ ബൈൻഡിൽ കയറി കഴിഞ്ഞാൽ ബൈൻഡ് കീറിപ്പോവും. അപ്പോൾ നമ്മൾ കീറിപ്പോയി കഴിഞ്ഞാൽ ക്വാളിറ്റി പോകുന്നൊക്കെ ഒരുപാട് ഒരിക്കലും ക്വാളിറ്റി ഒന്നും പോകത്തില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ സബിന്റെ ആ സെയിം ക്വാളിറ്റി തന്നെ കാണിക്കും. കാര്യം പൈനിയർ ഈ ബ്രാൻഡ് ഐറ്റംസിലേക്ക് ബൈൻഡിക്ക് ഭയങ്കര ക്വാളിറ്റി ആയിരിക്കും. ബൈൻഡിക്ക് ഭയങ്കര ക്വാളിറ്റി ആയിരിക്കും. അതേപോലെ പതർച്ച കുറവായിരിക്കും നമുക്ക് വരുന്നത്. ബൈൻഡ് കീറുമ്പോൾ യാതൊരു കുഴപ്പമോ കാര്യങ്ങളും വരത്തില്ല. അതേപോലെ പറയണമെന്നുണ്ടെങ്കിൽ കമ്പോർഡ് സ്പീക്കറിലും ഇതേപോലെ കീറിൽ വീണ് കഴിഞ്ഞാൽ ഒട്ടും പതറാത്തൊരു ബ്രാൻഡാണ് നമ്മളെ ഹെഡ്സ് എന്ന് പറയുന്ന ബ്രാൻഡ്. ഇമ്പോർട്ട് ബ്രാൻഡാണ്, കിട്ടുന്ന സാധനമാണ്. അങ്ങനെ ഹെഡ്സിൻ്റെ ഒക്കെ കമ്പോർഡ് സ്പീക്കറൊക്കെ മേടിച്ച് വെക്കണമെങ്കിൽ ഭയങ്കര ക്വാളിറ്റി ആയിരിക്കും. ഞാൻ പൈനിയറും അതേപോലെ നമ്മളെ എൻഫിനിറ്റി റിഫറൻസിനേക്കാളൊക്കെ ഭയങ്കര ക്വാളിറ്റിയാണ് ഹെഡ്സിൽ വരുന്നത്. ഹെഡ്സ് പോൾക്കോടിയൊക്കെ വരുന്നത് ഞാൻ ജസ്റ്റ് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. പൈനിയർ, ഇതിനകത്ത് പൈനിയറിന് വലിയ പഞ്ചിങ്ങിലാണ്, ഫുള്ള് പഞ്ചിങ് ആണ് കേട്ടോ. ഹോളോഗ്രാം കണക്കുള്ള പഞ്ചിങ്ങിനാണ് ഇത്. ചാമ്പ്യൻ സീരീസിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഔട്ടർ മാറ്റിയിട്ട് പക്ക ക്ലീൻ പീസ് കണ്ടില്ലേ. 1500 വാട്ട്സ് ആണ്, 400 RMS ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ 4 ഓമിലാണ് കേട്ടോ വർക്ക് ആവുന്നത്. 2 ഓം കാര്യങ്ങളൊന്നുമില്ല, 4 ഓം ആണ് വർക്ക് ആവുന്നത്. ഇതിൻ്റെ സീരിയൽ നമ്പർ എന്താ വെച്ചാൽ TSW 120256 ഇതിൻ്റെ സീരിയൽ നമ്പർ വരുന്നത്. കണ്ടോ, 1500 വാട്ട്സ്, 400 RMS ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മെയ്ഡ് ഇൻ വിയറ്റ്നാം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പൈനിയർ മാത്രമാണ് ഇവിടെ ഇറങ്ങുന്നതിൽ ശരിക്കും പറഞ്ഞാൽ വിയറ്റ്നാമായിട്ട് ഇറങ്ങുന്നത്. JBL ഇപ്പോഴും മെയ്ഡ് ഇൻ ചൈന തന്നെയാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇൻഫിനിറ്റിയും ചൈന തന്നെയാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് പുള്ളി ഓൺലൈൻ വാങ്ങിയ പ്രോഡക്റ്റാണ്. ഇത് നമ്മളെ കയ്യിൽ നിന്ന് എടുത്തതല്ല ശരിക്കും പറഞ്ഞാൽ. ഇത് പുള്ളി ഓൺലൈൻ എടുത്തതാണ്. എടുത്തതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഇത് വേറൊരു പുള്ളി എടുത്തതാണ്. നമ്മൾ പുള്ളിക്കാരൻ മേടിച്ചു. ഇതിൻ്റെ ഓണർ ശരിക്കുള്ള ഓണർ വാങ്ങിച്ചിട്ട് പുള്ളി ഇതേപോലെ കൊണ്ടുവന്ന് 400 RMS ഉണ്ട്, നല്ലൊരു മോണോബ്ലോക്ക് വേണമെന്ന് പറയുമ്പോൾ ഞാനാണ് JBL സെലക്ട് ചെയ്തത്. ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇത് ബലേനയുടെ കമ്പനി സ്റ്റീലാണ് ഞാൻ ഇത് ആഡ് ചെയ്തത്. ഇതിൻ്റെ വീഡിയോസ് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ നൈറ്റ് ആയിരുന്നു, അതുകൊണ്ട് ഇതിൻ്റെ വീഡിയോസ് ഞാൻ ഉൾപ്പെടുത്തില്ല. പിന്നെ ഇതിനകത്ത് നമുക്ക് ത്രെഡ് ടൈപ്പ് ലോക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ. സാധാരണ നമുക്ക് തിരികെ ടൈപ്പ് ത്രെഡിലാണ് വരുന്നത്, പക്ഷേ ഇതിനകത്ത് പഞ്ച് ടൈപ്പ് അതിനാണ് നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാനുള്ള റെഡും അതേപോലെ ബ്ലാക്കും, അതായത് പ്ലസും നെഗറ്റീവാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മാഗ്നറ്റിക് കവറൊക്കെ പക്കയായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള മാഗ്നറ്റിക് കവർ. നമ്മൾ ചുമ്മാ വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം വന്ന് നമ്മൾ മാഗ്നറ്റിൻ്റെ അടിയിലോട്ട് കയറി പോകാനും അതേപോലെ ഉൾഭാഗത്ത് നമ്മൾ പോയിന്റിലായി കയറി പോകാനൊക്കെ ചാൻസസ് കൂടുതലാണ് ചെറിയ ചെറിയ ഇരുമ്പ് പീസുകളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു ക്ലിയർ പീസാണ്, പക്ക നീറ്റ് പീസാണ് ചാമ്പ്യൻ സീരീസ്. അപ്പോൾ ഇത് സെല്ലിനായിട്ട് ഇട്ടിക്കുക. ഇതും നമ്മുടെ മോണോബ്ലോക്ക് ആകുമ്പോഴാണ് സെല്ലിന് ഇട്ടിക്കുക. നിങ്ങൾ സിംഗിൾ ആയിട്ടാണെങ്കിലും എടുക്കാം, ഒത്തു വേണമെങ്കിലും എടുക്കാം, എങ്ങനെ വേണോ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ കേട്ടോ. അപ്പം നമ്മളെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ കാര്യങ്ങളെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഇതേപോലുള്ള വ്യത്യസ്തമായ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ തന്നെ ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.